ഹായ് സ്റ്റുഡൻസ്, നിങ്ങളെ പഠിത്തം എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ കുറെ സ്റ്റുഡൻസ് മെസ്സേജ് അയക്കുന്നുണ്ട്. മെയിൻലി അവർ പറയുന്നത് 3 കാര്യമാണ്. ഒന്ന്, പക്ഷേ പഠിക്കുന്നുണ്ട്, മറന്നു പോകുന്നു. സെക്കൻഡ് തിങ്, പഠിക്കുന്നു ബട്ട് പോർഷൻസ് അങ്ങോട്ട് നീങ്ങുന്നില്ല. തേർഡ്, ടെൻഷൻ കാരണം പഠിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഈ 3ഉം ഫേസ് ചെയ്യുന്നത് ഓർഡിനറി ആണ്. It will come, right? നമ്മുടെ എക്സാംസ് round the corner ആണ്. So it's natural to face all these things. So regarding the forgetting, മറന്നുപോക്കിനെ കുറിച്ച് പറയാൻ പോവാണെങ്കിൽ അതിപ്പം എസ്പെഷ്യലി ഫോർ എ തിയറി സബ്ജക്ട് ലൈക്ക് ഓഡിറ്റിംഗ്, അതിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ആണ്. ഇതിനു മുമ്പേ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ ഇന്ന് പഠിക്കും, ബട്ട് നെക്സ്റ്റ് വീക്ക് അത് എടുത്ത് നോക്കുമ്പം, എന്തിനും നെക്സ്റ്റ് വീക്ക്, ആഫ്റ്റർ 2 to 3 days എടുത്ത് നോക്കുമ്പം തന്നെ നമുക്ക് തോന്നും, അയ്യോ ഇതെല്ലാം മറന്നുപോയല്ലോ. ബട്ട് നമുക്ക് പേജസ് എടുത്ത് മറിച്ച് നോക്കുമ്പം തന്നെ ഓക്കെ 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 ഇത് essay 500 ആണല്ലോ, നമുക്ക് ഓർമ്മ വരും. സോ ഗൈസ്, ട്രസ്റ്റ് ദി പ്രോസസ്. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ ചെയ്യാം. മറന്നു പോവല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചാൽ പിള്ളേരെ നമ്മളെ സമയം പോകും. സോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ യുവർ റിവിഷൻ വെൽ. ട്രസ്റ്റ് മീ, എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല പല സ്റ്റുഡൻസിൻ്റെയും വേറെ പല ആൾക്കാരുടെയും എക്സ്പീരിയൻസ് ആണ്. നിങ്ങളത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു പോയാൽ മക്കളെ എക്സാം ഹാളിൽ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ കാണുമ്പം അത് വരും. മറന്നു പോകുന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് സമയം കളയില്ല. സെക്കൻഡ് തിങ്, സ്റ്റക്ക് ആവുക, ടൈം കുറെ പോകുന്നു, പോർഷൻ നീങ്ങുന്നില്ല. ദാറ്റ്സ് മെയിൻലി ബിക്കോസ് വാട്ട് ഐ ഫീൽ ഇസ്, ഒന്ന്, നിങ്ങൾ ടെൻഷൻ കൂടുതൽ അടിച്ച് തിങ്ക് ചെയ്തിരിക്കുക. സെക്കൻഡ് തിങ്, ഒരേ ടോപ്പിക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. മേ ബി ഇതൊക്കെ കൊണ്ടായിരിക്കാം. സോ വാട്ട് ഐ സജസ്റ്റ് യു ഇസ്, നിങ്ങൾ ഒരു ടൈം ടേബിൾ വെക്കുക. ഇന്ന് ചാപ്റ്റർ 1 പഠിക്കുവാണ്, ചാപ്റ്റർ 1 ഇത്രയും ടൈമാണ്. ഓക്കെ, ഇന്ന് ആ ചാപ്റ്റർ ഈ ടൈമിങ്ങിൽ തീർത്തിരിക്കും. തീർത്തോ ഇല്ലയോ, യു മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ. ചാപ്റ്റർ 1 വെച്ച് നമ്മൾ 2-3 ദിവസം ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ. നമുക്ക് ഓഡിറ്റിംഗ് പറയാൻ പോവാണെങ്കിൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട് ഇന്റർമീഡിയറ്റിൽ. ഫൈനലിലാണെങ്കിൽ there is 19 chapters. We should continue that. സോ പോർഷൻ മൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോടാ. സോ യു ഹാവ് ടു മൂവ് ഓൺ വിത്ത് ദാറ്റ്. ദാറ്റ്സ് റിഗാർഡിംഗ് ദി പോർഷൻ. So it's always better, you have a proper schedule while revising. Now regarding the third thing, tension. എപ്പോഴും ഒരു ചെറിയ ടെൻഷൻ ഇസ് ബെറ്റർ, ബട്ട് ഒത്തിരി ടെൻഷൻ അടിച്ച് നിങ്ങളുടെ സമയം കളയുന്നത് ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. ബിക്കോസ് ടെൻഷൻ കിൽസ് ഇൻ ദ സെൻസ് നമ്മളുടെ ടൈമിനെ കിൽ ചെയ്യുക, നമ്മുടെ പഠിത്തത്തിന്റെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഇല്ലേ അതിനെയും കളയുക. ഓക്കെ, പേഴ്സണലി ഐ വാസ് എ ടെൻഷൻ ബി. ഞാൻ ഇന്റർമീഡിയറ്റ് എഴുതുമ്പം ഐ ഹാവ് സഫേർഡ് എ ലോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. സോ ടെൻഷൻ അടിക്കാതെ try to. I know it's very easy to say, but still try to stay calm. ഒന്ന് ടെൻഷൻ ഒത്തിരി കൂടുവാണെങ്കിൽ ഒന്ന് വെച്ചിട്ട് കണ്ണടച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക, or go to someone who can make you relax. ഒരു 2 minutes ആണെങ്കിലും 3 minutes ആണെങ്കിലും do something which can make you relax. Okay, so said and done, the most important person is you. നിങ്ങളെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും, ഞങ്ങളെ കൊണ്ട് ചെയ്യണം. നമുക്ക് ആ റിസൾട്ട് വരുമ്പം ആ റിസൾട്ടിന്റെ സ്ക്രീനിൽ എപ്പം നമുക്ക് റിസൾട്ട് വന്നാലും, മേ ബി ജൂൺ എൻഡ് ഓർ ജൂലൈ ഫസ്റ്റ് വീക്ക് റിസൾട്ട് വരുമ്പം നമ്മൾ May 24 എക്സാമിന്റെ എന്റെ റിസൾട്ടില്, ഞങ്ങളുടെ റിസൾട്ടില്, നമ്മളുടെ റിസൾട്ടില് അത് PASS ആയിരിക്കണം, പാസ്, നത്തിങ് ലെസ് ദാൻ പാസ്. ആ ഒരു കോൺഫിഡൻസില്, ആ ഒരു വിശ്വാസത്തിൽ കണ്ടിന്യൂ യുവർ സ്റ്റഡീസ്. എടാ, നമ്മൾ ഓൾറെഡി പറയുന്നത് പോലെ ലൈഫ് ഇസ് എ റേസ്, റൺ 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 റൺ. നമ്മൾ ഓടി എത്തി, ഇപ്പം ഫിനിഷിംഗ് ലൈൻ ആയി. വി ഹാവ് ടു പാസ് ആൻഡ് വി വിൽ പാസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.